അപ്പോഴേ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ടാളും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന വഴിയേ ലച്ചു ആണെങ്കിൽ വേണ്ട തിന്നുന്ന നോക്കി എന്ത് വന്ന് രാവിലെ ഉണ്ടാക്കിയ കുഴക്കട്ടെ ഞാൻ കുറേ നടന്ന് പറഞ്ഞ് എടി കുഴക്കട്ട തിന്നിട്ട് പോകുന്നു രണ്ടുപേരും തിരിഞ്ഞു പോലും നോക്കിയില്ല. രാവിലെ ചോറും ചമ്മന്തിയും കഴിച്ചാച്ചാണ് പോയത്. വൈകുന്നേരം വന്നപ്പോൾ ഇതിൻ്റെ ഒരു പിടി കണ്ടോ. കാരണം ഞാൻ നല്ല അയിലമീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ഗോതമ്പിൻ്റെ കുഴക്കട്ടയും കൂടെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അല്ലെങ്കിലും രാവിലെ ഇതുപോലത്തെ കുഴക്കട്ട ഉണ്ടാക്കി വെച്ചിട്ട് വൈകിട്ട് ഇത് വെറുതെ കഴിക്കാനായാലും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുഴക്കട്ട ജന്മൻ്റെ കാലത്ത് ഇഷ്ടമല്ലാത്ത ആഷ്മി തിന്നുന്നുണ്ട്. ഇപ്പം എല്ലാവരും ചിന്തിക്കും കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് എഴുന്നേറ്റത്. പക്ഷേ രാവിലെ അങ്ങ് വയ്യാതായിപ്പോയി തീരെ. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇച്ചിരി ഗോതമ്പും തേങ്ങയും ജീരകവും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ കുഴക്കട്ടയായല്ലോ. പിന്നെ അമ്മമാർക്ക് വയ്യാത്ത സമയത്ത് പിള്ളേർ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ രാവിലെ പഞ്ചസാരയും കൂട്ടി ഇത് കഴിച്ചു. അമ്മ പിന്നെ ചമ്മന്തിയൊക്കെ കൂട്ടി ഇത് കഴിച്ചു. അപ്പം പിള്ളേരും വയ്യാത്തപ്പോൾ അമ്മമാർക്ക് വയ്യാത്തപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കഴിച്ചിട്ട് പോകണം. വൈകുന്നേരം ഇതിനൊരു പിടിയാട്ടോ. എനിക്കറിയാമായിരുന്നു. ഞാൻ അയില മീൻ നല്ല വിളഞ്ഞ അയിലയായിരുന്നു, നല്ലോട്ട് വിളഞ്ഞ അയിലയായിരുന്നു. അത് കൂട്ടാൻ വെച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു ബാക്കി ഇരിക്കുന്ന കുഴക്കട്ട വൈകുന്നേരം ചിലവായിക്കോളുമെന്ന്.